ആരാധിക്കാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഈ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുസാന്നിധ്യത്തിൽ വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ തൊടണമേ. ഞങ്ങൾ ബലഹീനരും പാപികളും രോഗികളും പലതരത്തിലുള്ള ബലഹീനതകളാൽ തകർന്നവരുമാണ്. തകർന്നവരെ തൊട്ടുണർത്തി സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കുന്ന അങ്ങയുടെ അത്ഭുതകരമായ സ്നേഹം ഇപ്പോൾ ഞങ്ങളിലെല്ലാം അങ്ങ് വർഷിക്കണമേ. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അരികിൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും നിങ്ങളെ സുഖപ്പെടുത്തുന്നതുമാണെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങിൽ നിന്ന് അങ്ങേ നോക്കി എല്ലാം പഠിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. ലോകം മുഴുവൻ നേടിയാലും എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? യേശുവേ, അങ്ങയുടെ ആത്മരക്ഷ ഞങ്ങൾ പ്രാപിക്കേണ്ടതിനായി ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം ഇന്നേ ദിവസം ഞങ്ങൾക്ക് തരണമേ. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ വചനമാകുന്ന അപ്പം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരെയും ഞങ്ങളെ കാക്കുന്ന മാലാഖമാരുടെയും സംരക്ഷണവും കാവലും ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാം ശാന്തമായിട്ട് ഇരിക്കാം. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം. അവിടെ ഇപ്രകാരമാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനിലൂടെ കർത്താവ് സംസാരിച്ചത്. തിരുവചനം പറയുന്നു, അവ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് തിരുവചനത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും അമൂല്യമായ സന്ദേശമാണ് ഇത്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ തിരുവചനം എന്താണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു അല്ലെങ്കിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക, ഒരാള് ഒരു കുടുംബത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അതിൻ്റെ അനന്തരഫലമായിട്ട് ആ കുടുംബത്തിലെ എല്ലാവരെയും കർത്താവിന് രക്ഷിക്കാനായിട്ട് കഴിയും. ഒരാളുടെ വിശ്വാസം കൊണ്ട് കുടുംബം മുഴുവനെയും അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ ഒരു തടസ്സമോ ഒരു സാമ്പത്തിക ബാധ്യതയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകും. എന്തിനാണ് നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്, എന്താണ് ഈ പ്രശ്നത്തിന് പിന്നിലെ കാരണം? ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു രോഗം വന്നല്ലോ, ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നല്ലോ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരു അസ്വസ്ഥതയായിട്ട്, ഭാരമായിട്ട്, വേദനയായിട്ട് അത് മാറി. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ കർത്താവായ ദൈവം ആ രോഗത്തിലൂടെ ഒരു കുടുംബം മുഴുവനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടായിരിക്കാം ആ ഒരു രോഗം നമുക്ക് നൽകാനായിട്ട് ഇടയായത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാൻ ആന്ധ്രയിൽ ആയിരുന്നപ്പം അവിടെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യം പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. അവിടെ ഒരു ദിവസം ഞാൻ എൻ്റെ മുറി തുറന്ന് പുറത്തേക്ക് വരുമ്പം എന്നെ കാത്ത് ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഫാദർ, എൻ്റെ മകൻ 6 വയസ്സ് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ രോഗിയായിട്ട് ഗില്ലിയൻ പാരാലിസിസ് എന്ന രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുകയാണ്. ഡോക്ടർമാർ പറയുന്നത് ഈ മകന് വേറെ ചികിത്സയൊന്നുമില്ല, നിങ്ങൾക്കറിയാവുന്ന ദൈവങ്ങളുടെ അടുക്കലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ആചാരപ്രകാരമുള്ള അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. ഇനി അവശേഷിക്കുന്നത് ഇവിടെയും കൂടെ വന്ന് പ്രാർത്ഥിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത്. ഫാദറിന് പറ്റുമെങ്കിൽ എൻ്റെ മകൻ്റെ അടുക്കൽ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ആ മകനോട് സംസാരിച്ചു. അവൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത് ഗില്ലിയൻ പാരാലിസിസ് അല്ലെങ്കിൽ അസെൻഡിങ് പാരാലിസിസ് എന്ന പേരായ ഒരു രോഗമാണ്. ആ രോഗത്തിൻ്റെ പ്രത്യേകത
പരാലിസിസ് അല്ലെങ്കിൽ തളർവാദം പെരുവിരലിൽ നിന്ന് ആരംഭിച്ച് തുടങ്ങും. അങ്ങനെ പെരുവിരലിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് അത് തുടങ്ങി ഇങ്ങനെ തലയിൽ ബ്രെയിനിൽ വരും. ബ്രെയിനിൽ എത്തിച്ചേരുമ്പം ആള് മരിക്കും. ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. അപ്പൊ അത് അങ്ങനെ ഉള്ള ഈ രോഗത്തിന് ഇപ്പം മെഡിക്കൽ സയൻസിൽ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങള് ഈ രോഗി ഈ പയ്യന്റെ അപ്പനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാവുന്നിടത്തെല്ലാം പോയി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇയാള് അച്ഛൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നതെന്ന് അവിടെ ചികിത്സിപ്പിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിൽ ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ ആ പയ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവനോട് സംസാരിച്ചു. വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പയ്യൻ. കട്ടിലേ നിന്ന് എഴുന്നേക്കാൻ വയ്യ. തളർവാദം അരവരെ ബാധിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത രീതിയിൽ തളർവാദം കൂടിയിട്ടുണ്ട്. കട്ടിലേ തന്നെ കിടപ്പാണ്. ഞാൻ ആ മകന് തെലുങ്കിലുള്ള ഒരു പുതിയ നിയമ പുസ്തകം ഞാൻ ബൈബിള് അവന് കൊടുത്തു. അവൻ ആ വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ സുവിശേഷങ്ങളാണ് അവൻ ആദ്യം വായിച്ചത്. സുവിശേഷം മുഴുവൻ വായിക്കുമ്പം അവൻ്റെ ഉള്ളിൽ ഒരു അഗ്നി ആളിക്കത്തിക്കൊണ്ടിരുന്നു. അതായത് സുവിശേഷങ്ങളിൽ മുഴുവൻ യേശുവിൻ്റെ പ്രവൃത്തികളും പ്രബോധനങ്ങളും, യേശു ചെയ്ത അത്ഭുതങ്ങൾ, രോഗികളെ സുഖപ്പെടുത്തുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, ഇതൊക്കെ അവൻ്റെ ഉള്ളിൽ വലിയ സ്പർശനമായിട്ട് മാറി. അപ്പം ഓരോ ഭാഗവും, ഓരോ അത്ഭുതവും, ഓരോ രോഗശാന്തിയും അവൻ സുവിശേഷത്തിൽ വായിക്കുമ്പം ആ വായന കഴിഞ്ഞിട്ട് അവൻ അത് മടക്കി നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ബൈബിളിലെ യേശുവേ എന്നെയും കൂടെ സുഖപ്പെടുത്തണേ, ബൈബിളിലെ യേശുവേ എന്നെയും കൂടെ സുഖപ്പെടുത്തണേ എന്ന് ഈ മകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനിടയിൽ ഇവര് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും ധ്യാനത്തിൽ കൂടാനൊക്കെ ഇടയായി. അദ്ദേഹത്തിന് ഈ പയ്യന്റെ മാതാവും പിതാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നീട് ഏതാണ്ട് 1-2 തവണ ഞാൻ ഈ പയ്യന്റെ അരികിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബം ധ്യാന ഹാളിന്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരപ്പൻ, ഒരമ്മ, പിന്നെ 2 ആൺകുട്ടികൾ. അതില് ചെറിയ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ പതിയെ മുന്നോട്ട് കയറി വന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഫാദർ എന്നെ അറിയൂ? ഞാൻ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നാഗരാജുവാണ്. ഫാദർ മെഡിക്കൽ കോളേജിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, ആ നാഗരാജു, തളർന്നു കിടന്ന നാഗരാജു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, യേശു എന്നെ സുഖപ്പെടുത്തി. മരുന്നിന് എന്നെ സുഖപ്പെടുത്താൻ പറ്റിയില്ല, പക്ഷെ യേശു എന്നെ സുഖപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദിവസം മുമ്പ് ഞാൻ ബൈബിൾ വായിച്ച ശേഷം മടക്കി വയ്ക്കുമ്പോൾ എഴുന്നേക്കാൻ ആരോ എന്നോട് പറയണ പോലെ തോന്നി. ഞാൻ അങ്ങ് എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റി. നടക്കാൻ അതുവരെ പറ്റത്തില്ലായിരുന്നു. അന്ന് ഞാൻ നടന്നു തുടങ്ങി. ഡോക്ടർമാർക്കൊക്കെ അതിശയായി. അവര് വലിയ സന്തോഷം. അവര് എൻ്റെ ശരീരം മുഴുവൻ പരിശോധിച്ചു. പല ടെസ്റ്റുകൾക്ക് അവരെന്നെ വിധേയരാക്കി. എന്നിട്ട് അവർ പറഞ്ഞു, ഇപ്പം നിനക്ക് രോഗമില്ല, ഗില്ലിയൻ പാരാലിസിസ് എന്ന രോഗം നിനക്കില്ല, അതുകൊണ്ട് നീ സന്തോഷത്തോടെ പോവുക എന്ന് പറഞ്ഞ് അവര് ഞങ്ങളെ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഞങ്ങള് ആദ്യം വന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ പിന്നാലെയാണ് ഈ രോഗസൗഖ്യം എല്ലാം ഉണ്ടാകാനിടയായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഇപ്പൊ തൊട്ട് യേശു ക്രിസ്തുവിലാണ്. എന്നിട്ട് ആ പയ്യൻ എന്നോട് പറഞ്ഞു, ഫാദർ
ഇതുവരെ എൻ്റെ പേര് നാഗരാജു എന്നാണെങ്കിൽ ഇനി മുതൽ എൻ്റെ പേര് യേശുരാജു എന്നായിരിക്കും. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ആ കുടുംബത്തിലെ എല്ലാവരും, അവൻ്റെ അപ്പൻ, അവൻ്റെ അമ്മ, അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, സഹോദരി, അങ്ങനെ അവർ 5 പേരും യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ച് അവര് സഭയില് അംഗങ്ങളായിട്ട് മാറി. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കണ്ടോ, ഒരാളിലൂടെ കർത്താവ് ഒരു കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ തടസ്സമോ പ്രതിസന്ധിയോ രോഗമോ തകർച്ചയോ നമുക്കുണ്ടാകുന്നത് നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ ആ വേദനയും ആ ദുഃഖവും ആ സഹനവും വലിയ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, വലിയ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് അത് നമ്മളിൽ സംഭവിക്കുന്നത്. അല്ലാതെ അത് നമ്മുടെ ആരുടെയും ജീവിതത്തിന്റെ തകർച്ചയ്ക്ക്, നാശത്തിന് വേണ്ടിയിട്ട് അല്ല എന്ന് തിരിച്ചറിയാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് ഹെബ്രായ ലേഖനം നമ്മളോട് സംസാരിക്കുക. 7-ാം അധ്യായം 25-ാം തിരുവചനം നോക്കുക. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്ന എല്ലാവരെയും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. Praise the Lord. Praise the Lord. അപ്പൊ യേശുവിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കുക എന്നതാണ് യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് ആര് യേശുവിനെ സമീപിച്ചാൽ അവർക്കെല്ലാം രക്ഷയുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മളിൽ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കും, എനിക്ക് രക്ഷപ്പെടാനായിട്ട് യാതൊരു യോഗ്യതയില്ല, അത്രമാത്രം പാപവും അത്രമാത്രം ദ്രോഹവും ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. എൻ്റെ പാപം ദൈവത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റിയല്ല. അങ്ങനെ ഞാൻ അത്രയ്ക്ക് അയോഗ്യനായ ഒരു വ്യക്തിയാണ് എന്ന് ചിലരുടെ ജീവിതത്തിൽ ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ എത്ര വലിയ പാപിയാണെങ്കിലും നിന്റെ കർത്താവിന് നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയും. നിന്റെ പാപം എത്ര ഘോരമേറിയതാണെങ്കിലും അത് കർത്താവിന് ക്ഷമിക്കാനും നിന്നെ രക്ഷിക്കാനും സാധിക്കും. അതുകൊണ്ടാണല്ലോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ നമ്മളോട് സംസാരിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം തിരുവചനം. അവിടെ ഇങ്ങനെയാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചത്. എന്താണത്? 18-ാം തിരുവചനം ഇപ്രകാരം നമ്മളോട് പറയുകയാണ്. എന്താണ്? കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. നിങ്ങളുടെ പാപം കടും ചുമപ്പാണെങ്കിലും അവ വെണ്മഞ്ഞു പോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ അത് വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നിന്റെ പാപം കടും ചുമപ്പാണ്. ക്രിംസൺ റെഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുക. കടും ചുമപ്പാണെങ്കിലും അത് വെണ്മഞ്ഞു പോലെ വെണ്മയുള്ളതായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും വെൺമഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വെൺമഞ്ഞ് വീഴുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അവിടെ മഞ്ഞ് വീഴുന്ന കാലത്ത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ആകാശത്ത് നിന്നിങ്ങനെ പഞ്ഞിക്കെട്ടുകൾ പോലെ നല്ല തൂവെള്ള കളറിൽ
മഞ്ഞിങ്ങനെ വീണ് 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 മഞ്ഞ് പൊതിഞ്ഞ കുന്നുകള് നോക്കി നിൽക്കാൻ എത്ര ഭംഗിയാണെന്നറിയാം. അത് ഒരു അതിശയകരമായ ഒരു കാഴ്ചയാണ്. അപ്പം അതുപോലെ ആയിത്തീരുന്നീ, അതുപോലെ നീ വെളുക്കും എന്നാണ് തിരുവചനം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ പാപം എത്ര കഠിനമാണെങ്കിലും യേശുവിനെ സമീപിക്കുന്നവർക്ക് പാപമോചനം എന്ന അനുഗ്രഹമുണ്ട്. പാപമോചനം എന്ന അനുഗ്രഹമുണ്ട്. അവന്റെ പാപം മോചിക്കപ്പെടും, പാപത്തിൽ നിന്ന് അവന് രക്ഷ കിട്ടും. അവനെ ദൈവം ഇനി ഒരിക്കലും പാപിയായിട്ട് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഠിന പാപിയാണെങ്കിലും പാപിയെ ദൈവം ഇനി പാപിയായിട്ട് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യഭിചാരം ചെയ്ത സ്ത്രീ, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വചനം. വ്യഭിചാരം ചെയ്ത സ്ത്രീ, അവൾ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാണ് യഹൂദ പ്രമാണികൾ. അവളെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന് അവരെല്ലാവരും അവളെ വ്യഭിചാരിണിയായിട്ടാണ് കണ്ടത്. അവളെ എല്ലാ മനുഷ്യരും, യേശു ഒഴിച്ച് അവിടെ കൂടിയിരുന്ന എല്ലാവരും അവളെ വ്യഭിചാരിണിയായിട്ടാണ് കണ്ടത്. എന്നാൽ യേശു മാത്രം അവളെ സ്വന്തം മകളായിട്ട് യേശു കണ്ടു. യേശു മാത്രം അവളെ സ്വന്തം മകളായിട്ട് യേശു മാത്രം അവളെ കണ്ടു. എന്നിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കള് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയല്ലേ? നോക്കോ ഇല്ലേ? ഉത്തരം പറ. നോക്കൂ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അവിടെ കൂടിയിരുന്ന ആർക്കും അവളെ രക്ഷിക്കണമെന്ന് തോന്നിയില്ല. പക്ഷേ യേശുവിന് തോന്നി അവളെ രക്ഷിക്കണം. യേശുവിന് തോന്നി അവളെ രക്ഷിക്കണം. അപ്പൊ യേശുവിനെ വാക്കിൽ കൊടുക്കാൻ ആഗ്രഹിച്ചു വന്ന യഹൂദര് യേശുവിനോട് പറഞ്ഞു, മോശയുടെ നിയമപ്രകാരം ഇവള് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. നീ എന്താ പറയുന്നത്? യേശു അവളെ രക്ഷിക്കാൻ ആലോചിക്കപ്പം സാത്താൻ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. അവളെ ഒരു രീതിയിലും രക്ഷിച്ച് അവളെ പുറത്തു കൊണ്ടുപോകരുത്, അവളെ രക്ഷപ്പെടുത്തരുത് എന്ന് പിശാചിന് നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് യഹൂദ പ്രമാണിമാര് എന്ത് ചെയ്തു? യേശുവിനെ വാക്കിൽ കുടുക്കി യേശുവിനെ കൂടെ പിടികൂടാനുള്ള ഒരവസരമാക്കി അവരതിനെ മാറ്റുക. അവർ പറഞ്ഞു, മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ അവളെ സ്വതന്ത്രയായിട്ട് വിട്ടുകളയരുത്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. നീ എന്ത് പറയുന്നു? മോശയുടെ നിയമം അനുസരിക്കണോ വേണ്ടയോ? എന്താ നീ പറയാൻ പോണേ? മോശയുടെ നിയമം അനുസരിക്കണ്ട, അവളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഇവൻ മോശയുടെ നിയമം ലംഘിക്കുന്ന ദൈവദൂഷണം പറയുന്ന മനുഷ്യനാണെന്ന് യേശുവിനെ ആരോപിക്കാം. അതുകൊണ്ട് ആണ് അവരങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. യേശു അനന്തജ്ഞാനമുള്ള ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് യേശു അല്പനേരം കഴിഞ്ഞ് അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആള് ആദ്യം ഇവളെ കല്ലെറിയട്ടെ. നിങ്ങൾക്ക് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാം, പക്ഷെ ആദ്യം കല്ലെറിയുന്ന ആള് നിങ്ങളിൽ പാപം ചെയ്യാത്തവനായി. ഇപ്പൊ യേശുവിന് അറിയാമായിരുന്നു അവളെ രക്ഷിക്കാനുള്ള മാർഗം ഇതാണ്. യേശു അവളെ രക്ഷിക്കാനുള്ള മാർഗം കണ്ടെത്തി. യേശു ആ വചനം പറഞ്ഞതോടെ ഓരോരുത്തരായി അവരുടെ കൈകളിലെ കല്ലുകൾ ഉപേക്ഷിച്ച് അവളെ വിട്ടുപോയി. യേശുവും അവളും മാത്രം ഉണ്ടായിരുന്നു. യേശു അവളോട് ചോദിച്ചു, നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല പ്രഭോ എന്ന് അവൾ ഉത്തരം പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യേശു അവളോട് പറഞ്ഞത്, ഞാൻ നിന്നെ വിധിക്കാൻ വേണ്ടി വന്നവൻ അല്ല. ഞാൻ നിന്നെ വിധിക്കാൻ വേണ്ടി വന്നവനല്ല,
പാപിയായ കൊടും പാപിയായ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നവൻ ആണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, അതികഠിനമായ പാപം, കടും ചമപ്പ് പോലെ പാപം. ഇതാ വ്യഭിചാരം ചെയ്തെടുത്ത് നിന്ന് പിടിക്കപ്പെട്ട സ്ത്രീയെ, അവളെ കർത്താവ് തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, മകളായി സ്വീകരിക്കുക. അവളെ യേശു മകളായി സ്വീകരിക്കുകയാണ്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അവളുടെ മുഴുവൻ പാപവും ക്ഷമിച്ചു, മുഴുവൻ പാപവും ക്ഷമിച്ച് അവളോട് പറഞ്ഞു, നീ ഇനി സമാധാനത്തോടെ പോവുക. അവളെ രക്ഷിക്കാൻ ആഗ്രഹിച്ച യേശു അത്ഭുതകരമായി അവളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവളെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഈ സംഭവം ഇത് എന്താ സൂചിപ്പിക്കുക? ഈ ലോകത്തിൽ ആര് എത്ര വലിയ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണെങ്കിലും നീ രക്ഷിക്കപ്പെടും. യേശുക്രിസ്തുവിലൂടെ നിനക്ക് നിശ്ചയമായിട്ടും രക്ഷയുണ്ട്. അത് മറ്റാർക്കും നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ ഒരുവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷപ്പെടാത്തതായി ഈ ലോകത്തിൽ ഒരാളുമില്ല. രക്ഷിക്കപ്പെടാത്തതായി ഈ ലോകത്തിൽ ആരുമില്ല. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ. യേശുവിനെ രക്ഷകനായിട്ട് നീ സ്വീകരിച്ചാൽ നീ തീർച്ചയായിട്ടും രക്ഷപ്പെടും. രക്ഷപ്പെടാൻ വയ്യാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിൽ ഇല്ലെന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 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 അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും ഈ ലോകത്തിൽ ക്രിസ്ത്യാനി അവർക്ക് മാത്രവും രക്ഷയുള്ളത്. അങ്ങനെയല്ല. ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ആരൊക്കെ ഈ ലോകത്തിലുണ്ടോ അവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ലൂക്കാസ് സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുക. ലൂക്കാസ് സുവിശേഷം 3-ാം അധ്യായം 6-ാം തിരുവചനം. അവിടെ തിരുവചനം പറയാണ്, സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കണ്ടെത്തും. എന്താണ്? ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കണ്ടെത്തും. നീ ഒരു ഹിന്ദുവോ, നീ ഒരു മുസൽമാനോ, നീ ഒരു സിഖുകാരനോ, നീ ഒരു പാഴ്സിയോ, അതുമല്ലെങ്കിൽ നീ ഒരു ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ, ഏത് മതത്തിൽപ്പെട്ടവൻ ആയിക്കൊള്ളട്ടെ, നിന്റെ ഭാഷ ഏത് ആയിക്കൊള്ളട്ടെ, നിന്റെ ദേശം ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, ഏത് ദേശത്തും ഏത് ഭാഷയിലും ഏത് വർഗത്തിലും ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് വിശ്വാസത്തിലും പെട്ടവൻ ആയാലും നീ യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടും. ഒന്ന് മാത്രം നീ ചെയ്താൽ മതി. കൂടുതലായി ഒന്നും നിന്റെ ദൈവം നിന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നില്ല. ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രമാണ്. എന്താണ്? ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. അവനെ രക്ഷകനായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശുവിനെ രക്ഷകനായിട്ട് നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശുക്രിസ്തുവിനെ നീ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ നിശ്ചയമായിട്ടും നിനക്ക് രക്ഷ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആര് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നുവോ അവരിലേക്ക് ആദ്യം വരുന്ന അനുഗ്രഹം എന്താണ്? ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ആദ്യം ആ മകനിലേക്ക് ആ മകളിലേക്ക്
കടന്നു വരുന്ന അനുഗ്രഹം എന്താന്ന് വെച്ചാൽ അതുവരെയുള്ള അവന്റെ പാപങ്ങൾ യേശുക്രിസ്തുവിലൂടെ ക്ഷമിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് തടസ്സമായി നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് അത് മറ്റൊന്നുമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ ഏത് വംശത്തിൽപ്പെട്ടവനും ഏത് ജനതയിൽപ്പെട്ടവനും ഭാഷയിൽപ്പെട്ടവനും മതത്തിൽപ്പെട്ടവൻ ആയിരുന്നാലും നിന്റെ ജീവിതത്തിൽ നിനക്ക് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്നിലെ പാപമാണ്. നമ്മുടെ ജീവിതത്തിലെ പാപമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തടസ്സമായി നിലനിൽക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആ തടസ്സമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു, വിട്ടുപോകുന്നു. അത് ഏത് മതക്കാരനായാലും ഏത് ഭാഷക്കാരനായാലും അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും വിട്ടുപോകാൻ അത് ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പാപമോചനം എന്ന ഒരു കാര്യം അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തി സ്വീകരിക്കുന്നുള്ളൂ. കാരണം പാപത്തിന് വേണ്ടിയിട്ട് പാപപരിഹാരത്തിന് ബലിയായി അർപ്പിക്കപ്പെട്ട ഒരുവൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. പാപപരിഹാരത്തിനായി ബലിയായി അർപ്പിക്കപ്പെട്ട ഒരാള് മാത്രമേ ഈ ലോകത്തിലുള്ളൂ. നമുക്ക് ചുറ്റുപാട് അനേകം മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? പാപം ചെയ്യരുത്, നന്മ ചെയ്യണം, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം എന്നെല്ലാം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. ഏതെങ്കിലും മതം നിന്നോട് പാപം ചെയ്യണമെന്ന് പറയുമോ? പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പഠിപ്പിക്കണ ഏതെങ്കിലും മതം ഉണ്ടോ? ഉണ്ടോ എന്ന് പറഞ്ഞേ. ഒരു മതവും അങ്ങനെ പഠിപ്പിക്കുക പാപം ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാല് ക്രിസ്തു മതത്തിന്റെ പ്രത്യേകത, ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണ്? പാപം ചെയ്യരുതെന്ന് പഠിപ്പിക്കുകയല്ല, മറിച്ച് പാപം ചെയ്തവന്റെ പാപം ക്ഷമിക്കാൻ സ്വന്തം ശരീരത്തില് മനുഷ്യന്റെ പാപം ഏറ്റെടുത്ത് അവൻ ബലിയായിട്ട് തീർന്നു എന്നതാണ് ക്രിസ്തു മതത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ബലിയായി അർപ്പിച്ച മറ്റൊരു മനുഷ്യൻ ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ചരിത്രം പഠിക്കുന്ന കുട്ടികള് ഇടയിൽ ഹിസ്റ്ററി പ്രധാന സബ്ജക്റ്റ് ആയിട്ട് ഡിഗ്രിക്ക് പഠിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ചരിത്രം. അതിൽ വളരെ പ്രധാനപ്പെട്ട 18ാം നൂറ്റാണ്ടിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവം. കേട്ടിട്ടുണ്ടോ? ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പം അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ലൂയി 14-ാമനാണ്. ലൂയി 14-ാമന്റെ ഭരണം ജനങ്ങളെ പീഡിപ്പിക്കുന്ന അവസ്ഥ. ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് ഫ്രാൻസ് തകർന്നുകൊണ്ടിരിക്കുമ്പം, ദാരിദ്ര്യം കൊണ്ട് മനുഷ്യര് ജീവിക്കാൻ വകയില്ലാതെ വിഷമിക്കുമ്പം രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് അവര് കരഞ്ഞു, ഞങ്ങൾക്ക് കഴിക്കാൻ ബ്രെഡില്ല, ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ബ്രെഡില്ല എന്ന് അവര് കരഞ്ഞപ്പം രാജാവും രാജ്ഞിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ബ്രെഡ് ഇല്ലെങ്കിൽ കേക്ക് കഴിക്കുക എന്ന് അവരോട് പറഞ്ഞ രാജാവാണ് ലൂയി 14-ാമൻ. കേക്ക് കഴിക്കുക.
പ്രിയപ്പെട്ടവരെ, ജനരോഷം ആർത്തിരമ്പി. അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് ജനം കയറി ഭയങ്കര വിപ്ലവമായിട്ട്. അവിടെ നിന്നാണ് ഈ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്ന ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. കത്തോലിക്ക സഭയും അതുപോലെ എല്ലാ വിശ്വാസങ്ങളും എല്ലാ മതങ്ങളും ഒക്കെ നിരോധിക്കപ്പെട്ടു. അങ്ങനെ ഒരു കാലമുണ്ട്. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവകാരികൾ ഭരണം ഏറ്റെടുത്ത് പക്ഷേ അവരുടെ ഭരണവും അവരുടെ സംവിധാനങ്ങൾക്കൊന്നും വിജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ അവരിൽ ചിലർക്കൊക്കെ തോന്നി മതങ്ങളെല്ലാം നിർത്തിക്കളഞ്ഞത് ഒരു പ്രശ്നമാണ്. ഈ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു മതം വേണം. അപ്പൊ അതിൽ ഒരു മനുഷ്യൻ, ഒരു തത്വചിന്തകൻ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ അയാളുടെ പ്രബോധനങ്ങളൊക്കെ എനിക്ക് മനസ്സിൽ തന്നെയുണ്ട്. അയാള് ഒരു പുതിയ മതം അങ്ങ് സ്ഥാപിച്ചു. ആ മതത്തിന്റെ പേരാണ് തിയോഫിലാന്ത്രഫി. തിയോ എന്ന് പറഞ്ഞാൽ ദൈവം, ഫിലാന്ത്രഫി എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള സ്നേഹം. അതിനാണ് ഫിലാന്ത്രഫി എന്ന് പറയുക. തിയോഫിലാന്ത്രഫി എന്ന് പറഞ്ഞ ഒരു പുതിയ മതം അങ്ങ് സ്ഥാപിച്ചു. ആ മതത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ മതങ്ങളിലെ നല്ല അംശങ്ങളെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ ഒരു മതം. എന്നിട്ട് ഈ മതം ഫ്രഞ്ച് വിപ്ലവകാരികൾ എല്ലാവരും പോയി എല്ലായിടത്തും പോയി പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ആളുകൾ ആരും ആ മതത്തിൽ വിശ്വസിക്കാനോ ചേരാനോ ഇടയായില്ല. അങ്ങനെ നിരാശനായ ഈ മതസ്ഥാപകൻ അങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ സുഹൃത്ത് അയാളുടെ അരികെ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സഹോദര, തൻ്റെ മതത്തിൽ എല്ലാവരും വിശ്വസിക്കും. താൻ ഒരു കാര്യം ചെയ്യും. താൻ ഒരു വെള്ളിയാഴ്ച ദിവസം മരിക്കുകയും ഒരു ഞായറാഴ്ച ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്താൽ തൻ്റെ മതത്തിൽ എല്ലാവരും വിശ്വസിക്കും. അത് ചെയ്യാത്തിടത്തോളം കാലം, അത് സംഭവിക്കാത്തിടത്തോളം കാലം തൻ്റെ മതത്തിൽ ആരും തന്നെ വിശ്വസിക്കുകയില്ല. ഇത് ആരെ സൂചിപ്പിക്കാനാ പറഞ്ഞത്? ഇത് യേശുവിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ്. കാരണം യേശു ഒരാള് മാത്രം മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ച് മരിച്ചിട്ടുള്ളൂ. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയാണ്: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനം ഉണ്ടല്ലോ, പത്രോസ് സ്വന്തമായിട്ട് പറഞ്ഞതൊന്നുമല്ല. പിന്നെയോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വചനം എടുത്തുദ്ധരിച്ച് അവൻ പ്രസ്താവിച്ചതാണ്. അതായത് യേശുവിന്റെ വരവിന് 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ഇത് പ്രവചിക്കപ്പെട്ടിരുന്നു. ആ പ്രവചനം യേശുക്രിസ്തുവിൽ പൂർത്തിയായിരിക്കുന്നു. യേശുക്രിസ്തു വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തില് 3 സമയങ്ങളിലും പെട്ട ജനതകൾ. 3 സമയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഏതാണ് 3 സമയങ്ങള്? ഭൂതം, ഭൂതം, വർത്തമാനം, ഭാവി. ഭൂതം, വർത്തമാനം, ഭാവി, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഇതാണ് 3 സമയങ്ങൾ.
ഈ 3 സമയത്തിലും പെട്ട സകല ജനതകൾക്കും വേണ്ടിയാണ് യേശു പാപം സ്വന്തം ശരീരത്തിലേക്ക് വഹിച്ചത്. അതായത് 3 സമയങ്ങളിലും പെട്ട സകല ജനതകൾക്കും വേണ്ടിയാണ്. അതിന്റെ കാരണം എന്താണ്? മനുഷ്യന്, നമുക്ക് ആർക്കെങ്കിലും ഈ 3 സമയങ്ങളിലേക്കും ഒരുപോലെ പോകാൻ പറ്റുമോ? ഭൂതത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റുമോ? പറ്റുമോ? നമുക്കാർക്കും പറ്റിയ. എന്നാൽ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് സമയം എന്ന ഒരു വേർതിരിവില്ല. ദൈവത്തിന്റെ സമയം എന്താണ്? ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് ഇറ്റേണൽ പ്രസന്റ്, ഇറ്റേണൽ നിത്യതയാണ് അവന്റെ സമയം. ആരുടെ സമയം? ആരുടെ സമയം? ദൈവത്തിന്റെ സമയം. ഇപ്പൊ ദൈവത്തിന് ഭൂതം എന്ന് പറഞ്ഞാലും വർത്തമാനം എന്ന് പറഞ്ഞാലും ഭാവി എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഈ കർത്താവ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ച് മരിച്ച് കടന്നുപോയ യേശു ക്രിസ്തു ഇന്ന് ജീവിക്കണം നമ്മുടെ പാപം, അതിനുവേണ്ടി അവൻ മരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റുന്നത്? വിശ്വസിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം ദൈവത്തിന് സമയം എന്ന ബന്ധനം ഇല്ല. അവന് എല്ലാ സമയങ്ങളിലേക്കും ഒരുപോലെ ചെല്ലാൻ പറ്റും. എല്ലാ കാലങ്ങളിലേക്കും എല്ലാ ദേശങ്ങളിലേക്കും ഒരുപോലെ ചെല്ലാൻ പറ്റും. അവന് അതിന്റെ ബന്ധനയില്ല. അതുകൊണ്ടാണ് യേശു ഒരിക്കലും മരിച്ചത്. അതുകൊണ്ട് യേശുവിന് പിന്നെയും മരിക്കാൻ പറ്റിയല്ല. ഒരിക്കലേ അവൻ മരിക്കുള്ളൂ, ഒരു ബലിയെ അർപ്പിക്കുള്ളൂ. ഒറ്റ ബലിയാലേ പാപം മോചിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് ഒരു കാര്യം തന്നെ പലതവണ നമ്മൾ ചെയ്യേണ്ടി വരും. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവം ഒരിക്കൽ ബലിയർപ്പിച്ചു. അവൻ അർപ്പിച്ച ആ ബലിയിൽ നമ്മുടെ സകല പാപവും ക്ഷമിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പോ പ്രിയപ്പെട്ടവരെ, നീ ഏത് ഭാഷക്കാരനും ഏത് ദേശക്കാരനും ഏത് മതക്കാരനും ആയിരുന്നാലും നീ യേശുവിൽ വിശ്വസിക്കുന്നതോടെ, യേശുവിനെ സ്വീകരിക്കുന്നതോടെ, സകലർക്കും വേണ്ടി ഒരിക്കൽ മരിച്ച യേശു ക്രിസ്തു കുരിശിൽ നിന്റെ പാപം ഏറ്റെടുത്ത് മരിച്ച് പരിഹാരം ചെയ്തു. ആ പാപമോചനം യേശുവിൽ വിശ്വസിക്കുന്നതോടെ നിനക്ക് അവകാശമായിട്ട് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിച്ചത്. ഇത് വേറെ ഒരു വ്യക്തിയിലും പ്രവർത്തിക്കപ്പെടുകയില്ല. ഈ കൃപ എന്ന് പറയുന്നത് മറ്റാരിലും പ്രവർത്തിക്കുകയില്ല. യേശുക്രിസ്തു എന്ന ഒരുവനിൽ മാത്രം പ്രവർത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, നമ്മള് ഈ വചനങ്ങളൊക്കെ ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും പറയാൻ കർത്താവ് എന്നെ പ്രേരിപ്പിക്കുന്നതിന്റെ കാര്യം, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഏകനാമം, അത് യേശുക്രിസ്തു എന്ന നാമമാണ്. ആ നാമം തന്നെ രക്ഷ നൽകുന്ന ദൈവം എന്ന് അർത്ഥമുള്ള നാമമാണ് അവന് കൊടുത്തത്. അവൻ ജനിച്ചപ്പോഴേ തന്നെ ദൈവത്തിന്റെ ദൂതൻ
അവന്റെ വളർത്തുപിതാവായി നിയോഗിക്കപ്പെട്ട ജോസഫിനോട് ഇങ്ങനെ പറഞ്ഞു. മത്തായി 1:21. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ തന്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കണ്ടോ, ഓരോ പ്രവചനങ്ങളും ഇങ്ങനെ കൃത്യമായിട്ട് ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുക. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മള് ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ അറിവുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഈ അറിവൊന്നും സ്വീകരിക്കാണ്ടായിരിക്കും നമ്മള് വിശ്വാസികളായത് മാറിയത്. കാരണം നമ്മുടെ മാതാപിതാക്കൾ വിശ്വാസികളായി. അവരിൽ നിന്നും നമ്മൾ വിശ്വാസം കുറേശ്ശെ ആയിട്ട് സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയായി നമ്മൾ വളർന്നു. പക്ഷെ ക്രിസ്തു രക്ഷ തരുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നൊന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. ഈ തിരിച്ചറിവോടെ യേശുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് രക്ഷ ഒരു അനുഭവമായിട്ട് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ രൂപപ്പെടുന്നത്. രക്ഷ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നമുക്കൊരു അനുഭവമായിട്ട് രൂപപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നരക പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്ക് യേശുവിനെ ഈ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും. ഇതിങ്ങനെ നമ്മൾ പ്രസംഗിക്കുമ്പം വർത്തമാനത്തിൽ പറയുന്ന ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബോധ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സങ്കല്പത്തിന്റെ മേഖല മാത്രമല്ല കേട്ടോ. ഇത് യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഒരു അനുഭവമായിട്ട് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കരുണയുള്ള കർത്താവ് നമ്മളെ ഓരോരുത്തരെയും രക്ഷ അനുഭവിക്കാനായിട്ട് വിളിക്കുക. നമ്മളെ അയോഗ്യതകൾ എത്ര വലുതാണോ അതിലേറെ ദൈവത്തിന്റെ കരുണ നമ്മളിൽ പ്രവർത്തിക്കും. നമുക്ക് എന്തുമാത്രം അയോഗ്യതയുണ്ടോ അതിലേറെ ദൈവത്തിന്റെ കരുണ നമ്മളിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും അയോഗ്യതയുണ്ടെങ്കിൽ ആ അയോഗ്യതയെ ഓർത്ത് ദുഃഖിക്കുകയോ വേദനിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മുടെ അയോഗ്യതകൾ എത്ര വലുതാണോ അതിലേറെ ദൈവത്തിന്റെ കരുണ നമ്മളിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണല്ലോ യേശു ആ ശമ്രായിക്കാരി സ്ത്രീ മോശമായ ജീവിതം ജീവിച്ച് സമൂഹത്തിൽ ഒരു മോശപ്പേര് സമ്പാദിച്ച ആ സ്ത്രീയോട് സംസാരിക്കാൻ യേശു തയ്യാറായി. അവളെ സുഖപ്പെടുത്താൻ യേശു തയ്യാറായി. കുഷ്ഠരോഗിയെ തൊടാൻ യേശു തയ്യാറായി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ സ്നേഹിക്കാൻ യേശു തയ്യാറായി. എല്ലാവരും വെറുത്ത സക്കേവുസിനെ സ്നേഹിക്കാൻ യേശു തയ്യാറായി. ശതാധീപൻ, വിജാതീയനായ ശതാധീപൻ, അവന്റെ കുടുംബത്തിലും പ്രവേശിക്കാൻ യേശു തയ്യാറായി. നോക്ക്, യഹൂദര്, ദൈവത്തിന്റെ ജനമെന്ന് അഭിമാനിച്ചിരുന്ന യഹൂദര് ചെയ്യാൻ മടിച്ചിരുന്ന, അവർ അകറ്റി നിർത്തിയിരുന്ന എല്ലാ ജനതകളുടെ പക്കലേക്കും എല്ലാ മനുഷ്യരിലേക്കും ഇതാ യേശു കടന്നു ചെന്നു. അവരെ എല്ലാം യേശു സ്വീകരിച്ചു.
യേശു ഒരാളെ മാറ്റി നിർത്തിയിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 37-ാം തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: എന്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുകയില്ല. എന്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുക. നീ പാപിയായാലും, നീ രോഗിയായാലും, നീ വേറെ രാജ്യക്കാരനായാലും, വേറെ വംശക്കാരനാണെങ്കിലും, നീ ഏത് തരത്തിൽപ്പെട്ടവനായിരുന്നെങ്കിലും നീ എൻ്റെ അരികെ വന്നാൽ ഞാൻ നിന്നെ തള്ളിക്കളയാം. നീ എൻ്റെ നാമം വിളിച്ചാൽ നീ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തി. എന്താണ് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം? എന്താണ്? കർത്താവിന്റെ നാമം വിളിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. ആരുടെ നാമം വിളിക്കുന്ന? കർത്താവിന്റെ നാമം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നാമം വിളിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. അപ്പൊ അവന്റെ നാമം ആര് വിളിക്കുന്നുവോ വിളിക്കുന്നവർക്കൊക്കെ രക്ഷിക്കപ്പെടാനുള്ള കൃപ ദൈവം കൊടുത്തു. ആ കൃപ കാരുണ്യവാനായ കർത്താവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ശബ്ദമുയർത്തി എല്ലാവരും. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. കരങ്ങൾ ഉയർത്തി അടിക്കാം, കരങ്ങൾ ഉയർത്തി. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്.
എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം